സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വിവാദങ്ങൾ വിട്ടൊഴിയാതെ ദേശീയ അവാർഡ്. അടുത്ത കാലത്ത് ഏറ്റവും വിവാദങ്ങൾ സൃഷ്ടിച്ച അവാർഡായിരുന്നു നാഷണൽ അവാർഡ്. അക്ഷയ് കുമാറിന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചതും മോഹൻലാലിന് മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം നൽകിയതുമാണ് പലരെയും ചൊടിപ്പിച്ചത്. പ്രിയദർശനായിരുന്നു ജൂറി ചെയർമാൻ. മോഹൻലാലും അക്ഷയ് കുമാറും പ്രിയദർശന്റെ സുഹൃത്തുക്കളായതിനാലാണ് അവാർഡ് നൽകിയത് എന്നായിരുന്നു പലരുടെയും ആരോപണം. മുരുകദാസ് ഉൾപ്പെടെയുള്ളവർ അവാർഡിനെതിരെ രംഗത്തെത്തിയിരുന്നു. മോഹൻലാലിനും പ്രിയദർശനുമെതിരെ വിമർശനങ്ങളും ധാരാളം ട്രോളുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ ഒന്നിനോടും പ്രതികരിക്കാത്ത നിലപാടിലായിരുന്നു മോഹൻലാൽ. അവാർഡ് സ്വീകരിക്കുന്നു എന്ന് മാത്രം മറുപടി നൽകി. അവാർഡിനെതിരെ ഉണ്ടായ വിമർശനങ്ങൾക്കോ ട്രോളുകൾക്കോ ഒന്നും മറുപടി പറയാൻ മോഹൻലാൽ തയ്യാറായിരുന്നില്ല. എന്നാൽ അക്ഷയ് കുമാർ അങ്ങനെയല്ല. കേരളത്തിലെ അതേ സാഹചര്യങ്ങൾ തന്നെയായിരുന്നു ബോളിവുഡിലും. മോഹൻലാലിനെ പോലെ വിമർശനങ്ങളും പരിഹാസങ്ങളും കണ്ടില്ലെന്ന് നടിക്കാൻ അക്ഷയ്ക്ക് ആയില്ല. വിമർശനങ്ങളിൽ മനമെടുത്ത് അവാർഡ് തിരിച്ചെടുത്തോളാനാണ് അക്ഷയ് കുമാർ ഇപ്പോൾ പറയുന്നത്. സിനിമയിലെ സ്റ്റണ്ട് താരങ്ങളുടെ സംഘടനയുടെ സമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അക്ഷയ് കുമാർ. അക്ഷയ് കുമാറിന്റെ വാക്കുകളിലേക്ക്: 26 വർഷത്തിന് ശേഷമാണ് ഈ പുരസ്കാരം ഞാൻ നേടുന്നത്. ഞാനിതിന് അർഹനാണെന്ന് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അവാർഡ് തിരിച്ചെടുക്കാം. വിവാദത്തിൽ പുതുമയൊന്നുമില്ല. കഴിഞ്ഞ 25 വർഷമായി ഞാനിത് കേൾക്കുന്നു. ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു അവാർഡ് നേടിയാൽ അപ്പോൾ തുടങ്ങും അതിൻ്റെ ചർച്ചകൾ. ഇന്നയാൾക്ക് കൊടുക്കണം, അയാൾക്ക് കൊടുത്തത് ശരിയായില്ല തുടങ്ങിയ വിവാദങ്ങളുമായി ആരെങ്കിലും ഒക്കെ വരും, അക്ഷയ് കുമാർ പറഞ്ഞു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.